പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് തട്ടിപ്പ്. കോൺഗ്രസ് നേതാവായ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ആ തട്ടിപ്പിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇന്ന് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ES രാജനെയും സെക്രട്ടറി രവികുമാറിനെയുമാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ 100 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. സ്വന്തം പേരിലും മറ്റുള്ള ആളുകളുടെ പേരിലും ബിനാമി പണമായും ഒക്കെ വായ്പയെടുത്ത് അതും കാണിച്ചിരിക്കുന്ന എഗ്രിമെന്റിന് പുറമെയുള്ള അതിനേക്കാൾ വലിയ ആധാരമൊക്കെ അതിന്റെ ഇരട്ടി വില ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് അതിന്റെ ആഘാതം കൂട്ടുന്നത്. തീർച്ചയായും റിപ്പോർട്ട് കാണാം. കോൺഗ്രസ് നേതാവും പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ ES രാജൻ, മുൻ സെക്രട്ടറി രവികുമാർ, ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധമായി സ്വന്തം പേരിലും ബിനാമി പേരിലും വായ്പകളെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതികൾ. ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ മുൻ സെക്രട്ടറിയുടെയും നിലവിലെ സെക്രട്ടറിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പേരിൽ 33.34 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. വായ്പാ വിതരണത്തിൽ പല ഈടുകളിന്മേലും 3 ഇരട്ടി വില ഉയർത്തി കാണിച്ചിരിക്കുകയാണ്. ഒരാളുടെ പേരിൽ 20 ലക്ഷവും ഒരു വസ്തുവിൽ പരമാവധി 3 വായ്പകളും മാത്രമേ അനുവദിക്കാവൂ എന്നിരിക്കെ 10 മുതൽ 39 വായ്പകൾ വരെ നൽകി തിരിമറി നടത്തി. ഒരേ വസ്തുവിൽ ഒന്നിലധികം ബ്രാഞ്ചുകളിൽ നിന്ന് വായ്പകൾ തരപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ 2 പേരെ മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുമടക്കം 18 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇവർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ 2 പേരുടെ ഒഴികെ ബാക്കി 16 പേരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി. തീർച്ചയായും മറ്റൊരു ക്രമക്കേടിൻ്റെ അല്ലെങ്കിൽ അപകടകരമായ ഒന്നിൻ്റെ ഒക്കെയുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. SDPI അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തു. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഫൈസിയെ കസ്റ്റഡിയിലെടുത്തു. അതെ, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ആരോപണമുണ്ട്. സംഘടനയ്ക്ക് ലഭിച്ച വിദേശ പണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് എന്നാണ് വിവരം നൽകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിദേശത്തു നിന്ന് വരുന്ന പണത്തിന്റെ ഉറവിടം എന്തെന്നുള്ള അന്വേഷണമൊക്കെ അത് തീവ്രവാദത്തിനായി ഉപയോഗിക്കുന്നു എന്ന അതിന്റെ കണക്ക്. പോപ്പുലർ ഫ്രണ്ടിന്റെ പണം SDPI വഴി വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ.